നമസ്കാരം. നിങ്ങളുടെ തലയിൽ ഒരു കിടിലൻ ഐഡിയ ഉണ്ടോ? പക്ഷേ അതെങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നൊരു കൺഫ്യൂഷനിലായിരിക്കും അല്ലേ? പേടിക്കേണ്ട. നിങ്ങളുടെ ആ സൂപ്പർ ഐഡിയകളെ എങ്ങനെ പ്രവൃത്തിപഥത്തിൽ എത്തിക്കാമെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. നമുക്കെല്ലാവർക്കും ഇത് സംഭവിക്കാറുള്ളതാണല്ലേ? ഒരു അടിപൊളി ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ കഴിഞ്ഞു, ഭയങ്കര ആവേശത്തിലാണ്. കയ്യിലാണെങ്കിൽ ലോകം മാറ്റിമറിക്കാൻ പോകുന്നൊരു ഐഡിയയും. പക്ഷേ കുറച്ചു കഴിയുമ്പോൾ ആവേശമൊക്കെ പതിയെ പോകും. എന്നിട്ട് നമ്മൾ ആലോചിക്കും, ഇനി എന്തു ചെയ്യും, എവിടെ തുടങ്ങും? ആ ഒരവസ്ഥയില്ലേ? ആ ഒരു പ്രതിസന്ധിയാണ് നമ്മളിന്ന് പരിഹരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റോഡ് മാപ്പ്. ആശയത്തിൽ നിന്ന് ആക്ഷനിലേക്ക്, അവിടെ നിന്ന് വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന 6 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ. ഈ 6 ഘട്ടങ്ങളിലൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. റെഡിയല്ലേ? നമുക്ക് യാത്ര തുടങ്ങാം. ഏതൊരു വലിയ യാത്രയ്ക്കും ഒരു മാപ്പും ഒരു കോമ്പസും വേണമല്ലോ. അതുപോലെ നമ്മുടെ ഈ യാത്രയിൽ വഴികാട്ടിയാകുന്നത് ആക്ഷൻ പ്ലാനിംഗ് ആണ്. ചുരുക്കി പറഞ്ഞാൽ എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ കൃത്യമായി കാണിച്ചു തരുന്ന നമ്മുടെ ഒരു ടൂൾ കിറ്റ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഈ ആക്ഷൻ പ്ലാൻ എന്ന്, അല്ലേ? ഇതൊരു വലിയ സംഭവമൊന്നുമല്ല, വളരെ സിമ്പിളാണ്. ഒരു ലക്ഷ്യത്തിലെത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അത് ആര് ചെയ്യണം, എപ്പോഴേക്കും ചെയ്യണമെന്നൊക്കെ വ്യക്തമായി എഴുതി വെക്കുന്ന ഒരു രേഖ. ഒരു വീട് പണിയുന്നതിൻ്റെ ബ്ലൂ പ്രിന്റ് പോലെ. നമ്മുടെ ഐഡിയ എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന ഒരു ബ്ലൂ പ്രിന്റ്. നമ്മൾ കേട്ടിട്ടില്ലേ, 1000 കാതങ്ങൾ താണ്ടാനുള്ള യാത്രയും തുടങ്ങുന്നത് ഒരൊറ്റ ചൂടുവെപ്പിലാണെന്ന്. അതുപോലെയാണിതും. ആക്ഷൻ പ്ലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആ ആദ്യത്തെ 24 മണിക്കൂറാണ്. ആ ആദ്യത്തെ ചുവടുവെക്കുക, ഒരു തുടക്കമിടുക, അതിലാണ് എല്ലാം. അപ്പോൾ നമ്മുടെ യാത്രയോടൊരു ടൈം ലൈൻ ഉണ്ടാക്കി തുടങ്ങിയാലോ? അതിൽ ഏറ്റവും ആദ്യം വരുന്ന കാര്യം എന്തായിരിക്കണം? പിന്നെ ചെയ്യാമെന്ന ലിസ്റ്റല്ല, ഇപ്പോൾ ഈ നിമിഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം ഇതാണ്. ആ മീറ്റിംഗ് കഴിഞ്ഞ് ആ ആവേശം കെടുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഏറ്റവും എളുപ്പമുള്ള ആ ഒരൊറ്റ കാര്യം എന്താണ്? അതിലാണ് എല്ലാം തുടങ്ങുന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് ആര് ചെയ്യും? ഓർമ്മയില്ലേ കോളേജിലെ ഗ്രൂപ്പ് പ്രൊജക്റ്റൊക്കെ? ആരെങ്കിലും ചെയ്യുമായിരിക്കുമെന്ന് കരുതി അവസാനം ആരും ചെയ്യാതെ പോയ അവസ്ഥ. അത് സംഭവിക്കരുത്. ഓരോ ജോലിക്കും വ്യക്തമായ ഒരൊറ്റ ഉടമസ്ഥൻ വേണം. ആ കാര്യത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ആൾക്കായിരിക്കണം. പിന്നെ അവസാനത്തെ ചോദ്യം, എപ്പോഴേക്കും ഇത് തീർക്കും? ഒരു ഡെഡ്ലൈൻ ഇല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം പതിയെ പതിയെ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമായി മാറും. ഒരു ഡെഡ്ലൈൻ വെക്കുമ്പോൾ ചെറിയൊരു പ്രഷർ ഉണ്ടാകും, പക്ഷെ ആ പ്രഷറിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. അപ്പോ ഇത്രയേ ഉള്ളൂ കാര്യം. ഈ 3 കാര്യങ്ങൾ മറക്കരുത്. എന്തു ചെയ്യണം, ആര് ചെയ്യണം, എപ്പോൾ ചെയ്യണം. ഈ 3 ചോദ്യങ്ങൾക്കുത്തരം കിട്ടിയാൽ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് റെഡി. ആക്ഷൻ, ഓണർ, ഡെഡ്ലൈൻ. സിമ്പിൾ. ഓക്കേ, നമ്മൾ ആദ്യത്തെ ചുവട് വച്ചു. ഇനി ആ കിട്ടിയൊരു ഊർജ്ജമില്ലേ, അത് കെടാതെ സൂക്ഷിക്കണം. അടുത്ത 30 മുതൽ 90 ദിവസത്തേക്ക് ഈ ചെറിയ മുന്നേറ്റം എങ്ങനെ ഒരു കൊടുങ്കാറ്റാക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ടൈം ലൈനിലേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചേർക്കാൻ സമയമായി. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അടുത്ത കുറച്ച് മാസങ്ങളിലേക്കുള്ള ലക്ഷ്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതായത് ഷോർട്ട് ടേം, മീഡിയം ടേം ലക്ഷ്യങ്ങൾ. അടുത്ത 30 തൊട്ട് 90 ദിവസമെന്ന് പറയുന്നത് നമ്മളൊരു ലാബ് പോലെയാണ്. പുതിയ ഐഡിയകൾ ടെസ്റ്റ് ചെയ്യാനും ഡാറ്റ ശേഖരിക്കാനും നമ്മുടെ ആശയം ശരിക്കും വിജയിക്കുമോ എന്ന് കണ്ടെത്താനുമുള്ള സമയം. എന്നാൽ 3 മുതൽ 12 മാസം വരെയുള്ള മീഡിയം ടേം ലക്ഷ്യങ്ങൾ കുറച്ചുകൂടി വലുതായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ആദ്യ വേർഷൻ പുറത്തിറക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ ഫണ്ടിംഗ് നേടുക, അങ്ങനെയുള്ള വലിയ നാഴികക്കല്ലുകൾ താണ്ടാനുള്ള സമയമാണത്. ഓക്കെ, നമ്മൾ ചെറിയ ചെറിയ ചുവടുകൾ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്ങോട്ടാണ് ഈ യാത്ര? ഇനി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കൊന്ന് നോക്കാം. നമ്മുടെ യാത്രയിലെ വഴികാട്ടിയായ ആ ധ്രുവ നക്ഷത്രം, അതായത് നമ്മുടെ ലോങ് ടേം വിഷൻ എന്താണെന്ന് നമുക്ക് നിർവചിക്കാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ ടൈം ലൈൻ ഏകദേശം പൂർത്തിയായി. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും, അടുത്ത മാസങ്ങളിൽ നേടുന്ന ഓരോ വിജയവും അവസാനം 1 വർഷത്തിനപ്പുറം ഒന്ന് നമ്മുടെ ആ വലിയ സ്വപ്നത്തിലേക്ക് നമ്മളെ എങ്ങനെയാണ് എത്തിക്കുന്നതെന്ന് നോക്കൂ. എല്ലാം തമ്മിൽ ബന്ധമുണ്ട്. 1 വർഷത്തിനപ്പുറമുള്ള ലക്ഷ്യങ്ങൾ നമ്മുടെ എല്ലാ കഠിനാധ്വാനത്തിനും ഒരു ദിശാബോധം നൽകും. ഉദാഹരണത്തിന്, നമ്മുടെ കമ്പനിയുടെ പ്രധാന ലക്ഷ്യം പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നതാണെങ്കിൽ നമ്മുടെ ഓരോ ചെറിയ തീരുമാനവും ആ വലിയ ലക്ഷ്യവുമായി ചേർന്നു പോകണം. അതുപോലെ പുതിയ മാർക്കറ്റുകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ മികച്ച ലീഡർമാരാക്കി വളർത്തുന്നത്, ഇതൊക്കെയാണ് ദീർഘകാല ലക്ഷ്യങ്ങൾ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഗംഭീര പ്ലാനുണ്ട്. പക്ഷേ ഒരു ചോദ്യം, ജീവിതത്തിൽ എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുമോ? ഇല്ല അല്ലേ? വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ വരാം. അതുകൊണ്ട് അപ്രതീക്ഷിതമായതിനെ നമ്മൾ പ്രതീക്ഷിക്കണം. വരാനിരിക്കുന്ന പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണാൻ പഠിക്കണം. അതെ, കാര്യങ്ങൾ കൈവിട്ടുപോയാൽ എന്തു ചെയ്യും? ഇത് നമ്മളെല്ലാവരും പേടിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ വഴിയിലൊരു കുഴിയുണ്ടെന്ന് നേരത്തെ അറിഞ്ഞാൽ നമുക്ക് ഒഴിഞ്ഞു പോകാമല്ലോ, അല്ലേ?
അതുതന്നെയാണ് ഇവിടെയും സംഭവം. വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ട് അതിനൊരു പ്ലാൻ ബി തയ്യാറാക്കി വെക്കുന്നതിനെയാണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. 1. എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. 2. ആ പ്രശ്നം വരാതിരിക്കാൻ എന്ത് മുൻകരുതലെടുക്കാം. ഇതിനെയാണ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. 3. ഇനി അഥവാ ആ പ്രശ്നം വന്നാൽ അപ്പോൾ എന്തു ചെയ്യും. ഇതാണ് നമ്മുടെ പ്ലാൻ ബി അഥവാ കണ്ടിൻജൻസി പ്ലാൻ. ഉദാഹരണത്തിന്, ടീമിലെ പ്രധാനപ്പെട്ട ഒരാൾ പെട്ടെന്ന് ജോലി നിർത്തിയാൽ എന്തു ചെയ്യും. അത് ഒഴിവാക്കാൻ ജോലിയുടെ വിവരങ്ങളൊക്കെ ഡോക്യുമെന്റ് ചെയ്തു വെക്കാം. ഇനി അയാൾ പോയാൽ തന്നെ പെട്ടെന്ന് ആശ്രയിക്കാവുന്ന ഫ്രീലാൻസർമാരുടെ ഒരു ലിസ്റ്റ് കയ്യിൽ വെക്കാം. കണ്ടില്ലേ, ഇതാണ് പ്ലാനിംഗ്. നമ്മൾ യാത്ര തുടങ്ങി, ലക്ഷ്യമുറപ്പിച്ചു, വഴിയിലെ തടസ്സങ്ങളെക്കുറിച്ചും ചിന്തിച്ചു. ഇനി അവസാനത്തെ, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം. നമ്മൾ ശരിയായ വഴിയിലാണോ പോകുന്നത് എന്ന് ഇടയ്ക്കിടെ ഒന്ന് ഉറപ്പുവരുത്തുന്നത്. നമ്മുടെ കോമ്പസ് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് പോലെ. നമ്മുടെ പുരോഗതി ട്രാക്ക് ചെയ്യാൻ 3 സിമ്പിൾ സ്റ്റെപ്പുകളുണ്ട്. 1. KPIs തീരുമാനിക്കുക. പേര് കേട്ട് പേടിക്കേണ്ട, നമ്മുടെ വിജയം അളക്കാനുള്ള കുറച്ച് അളവുകോലുകൾ. ഉദാഹരണത്തിന്, ഈ മാസം 100 പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടണം എന്നതൊരു KPI ആണ്. 2. ഇത് രേഖപ്പെടുത്താൻ ഒരു ടൂൾ ഉപയോഗിക്കുക. ട്രെല്ലോ പോലെയുള്ള സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഒരു സാധാരണ എക്സൽ ഷീറ്റോ മതി. 3. എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ മാസവും ടീമുമായി ഒന്നിച്ചിരുന്ന് നമ്മൾ എവിടെ എത്തി, ഇനി എങ്ങോട്ട് പോകണം എന്ന് ചർച്ച ചെയ്യുക. ശരിക്കും ഇതൊന്ന് ഓർത്തുവെക്കണം. ട്രാക്കിംഗ് ഇല്ലാത്ത ഒരു പ്ലാൻ വെറുമൊരു ആഗ്രഹം മാത്രമാണ്. നമ്മൾ എവിടെ എത്തിയെന്ന് അളന്നില്ലെങ്കിൽ നമ്മൾ മുന്നോട്ടു പോകുന്നുണ്ടോ അതോ ഒരേ സ്ഥലത്ത് വട്ടം കറങ്ങുകയാണോ എന്ന് നമുക്കൊരിക്കലും അറിയാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഊഴമാണ്. ഈ കാര്യങ്ങളെല്ലാം കേട്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷേ യഥാർത്ഥ മാറ്റം വരുന്നത് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: ഈ വിശകലനം കണ്ടു കഴിഞ്ഞാൽ ഉടൻ നിങ്ങളുടെ ആ വലിയ ഐഡിയയെ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ എടുക്കാൻ പോകുന്ന ആ ഒരൊറ്റ ആദ്യത്തെ ചുവട് എന്തായിരിക്കും? വ്യക്തതയോടെ, ഫോക്കസോടെ മുന്നോട്ടു പോകാൻ നിങ്ങൾ തയ്യാറാണോ?